ബ്ലസ്സി പൃഥ്വിരാജ് ചിത്രം ആടുജീവിതം 97ാമത് ഓസ്കാർ അവാർഡിലെ പ്രാഥമിക പരിഗണനാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് മലയാളി പ്രേക്ഷകർ. സാധാരണയായി വിദേശ സിനിമാ വിഭാഗത്തിലാണ് ഏഷ്യയിൽ നിന്നടക്കമുള്ള സിനിമകൾ പരിഗണിക്കാറ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു മലയാള ചിത്രം ജനറൽ എൻട്രിയിലേക്ക് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴിതാ മലയാളം പോലെയൊരു പ്രാദേശിക ഭാഷയിൽ നിന്ന് ഒരു സിനിമ ഓസ്കാറിനെത്തിക്കാനുള്ള പ്രതിബന്ധങ്ങളെക്കുറിച്ച് സംവിധായകൻ ബ്ലസ്സി തന്നെ സംസാരിക്കുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ഓസ്കാറിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാദേശിക ഭാഷയിൽ നിന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അപകടകരമാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളുള്ള ആളുകൾ ഇല്ല എന്നതാണ് മനസ്സിലായത്. വളരെയധികം ചെലവുമുണ്ട്. ലോസ് ആഞ്ചലസിൽ വെച്ച് ആദ്യത്തെ ഷോ കാണാൻ വന്നത് 40ഓളം ആളുകളാണ്. അതിൽ 3-4 പേർ മാത്രമാണ് അക്കാദമിക് അംഗങ്ങൾ. അന്ന് റഹ്മാൻ ഉണ്ടായിരുന്നു. ആ ഒരു ഷോയ്ക്ക് മാത്രം ചെലവായത് $40,000 ഒരു ഷോ കഴിയുമ്പോൾ 40-45 ലക്ഷം രൂപ വരുന്ന അവസ്ഥയാണ്. അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല, ആഗ്രഹിക്കാൻ പോലും കഴിയുന്നതല്ല എന്നും ബ്ലസ്സി പറഞ്ഞു.